ആയിരുന്നോ നേരത്തെ നല്ല പീച്ച് കളർ റെയിൻ ലില്ലി ബഡായി നിൽക്കുന്നു. അത് പൂത്ത് വരുമ്പോൾ അത് ഇങ്ങനെ ഇരിക്കും. ഞാനിപ്പോൾ വെള്ളം ഒഴിച്ചു കേട്ടോ, അങ്ങനെ ഒന്ന് കുഴഞ്ഞു പോയതാണ്. ഇങ്ങനെ ഇരിക്കും കേട്ടോ, സുന്ദരിയാണ്, നല്ല മിടുക്കിയായിട്ട് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നത്. ഒരു ഗ്രേഡിങ് ഒക്കെ വന്നിട്ടുണ്ട്, ഷെയ്ഡിങ് ഒക്കെ വന്നിട്ടുണ്ട്, നല്ല രസമുള്ള പൂക്കളാണ്. മൾട്ടി പെറ്റൽ റോസ് വിരിഞ്ഞത് കാണിച്ചു തരാം കേട്ടോ. മൾട്ടി പെറ്റൽ റോസ് വിരിഞ്ഞത് കണ്ടോ, ഒരുപാട് പെറ്റൽസായിട്ട് റോസ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല നല്ല ഭംഗിയായിട്ട് ഇത്രയും പൂക്കളായിട്ട് നിൽപ്പുണ്ട് ഉണ്ടോ, 2, 3 ഒക്കെ നിൽപ്പുണ്ട്, നല്ല ഭംഗിയായിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രസമുള്ള പൂക്കളാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ റെയിൻ ലില്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെയും മോഹിപ്പിക്കുന്ന, പ്രലോഭിപ്പിക്കുന്ന ഒരു ഐറ്റമാണ്. ശരിക്കും പറഞ്ഞാൽ കുറച്ചധികം കളക്ഷൻ ഉണ്ടെങ്കിൽ എനിക്കിപ്പോഴും പുതിയത് കാണുമ്പോൾ കളക്ട് ചെയ്യാൻ തോന്നാറുള്ളൊരു ഐറ്റമാണ്. ഇതാണ് നമ്മുടെ കോമൺ. ഇത് കോമൺ അല്ല കേട്ടോ, നോർമൽ വെറൈറ്റി റെയിൻ ലില്ലി ഇതല്ല. ഇത് കുറച്ചുകൂടി ചെറുതാണ്, ഒരു സ്റ്റാർ വെറൈറ്റി എന്ന് പറയാം. ഒരു സ്റ്റാർ പോലെ ഇരിക്കും, നല്ല രസമാണത്. അത് കോമൺ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ലൈറ്റായിരിക്കും കോമൺ ആയിട്ട് കാണുന്ന റോസ്. അതിവിടെ ഉണ്ട്, ഞാൻ പൂക്കുമ്പോൾ കാണിച്ചു തരാവേ. ഇനി ഒരു റെഡ്, ഒരു ലൈറ്റ് റെഡ് ഷെയ്ഡ്, ഇതിങ്ങനെ വിരിഞ്ഞ് തുടങ്ങുന്ന പൂക്കൾ തന്നെ എന്ത് ഭംഗിയാണെന്നറിയോ. ഇത് മൾട്ടിപ്പെറ്റലല്ല, സിംഗിൾ പെറ്റലാണ് കേട്ടോ. ഇത് കണ്ടോ, എന്ത് രസമുള്ള ഷെയ്ഡിങ്ങാണ്, ഓറഞ്ചും യെല്ലോവും. എന്ത് രസമാണ്, നടുക്കൊരു വൈറ്റ് പൂവും. എന്തൊരു ഭംഗിയുള്ള പൂക്കളാണല്ലേ. പൂക്കളെന്ന് പറയുന്നത് നമ്മളിങ്ങനെ, ഇത് ഇന്നലെ വിരിഞ്ഞ പൂവാണ് കേട്ടോ, അതുകൊണ്ടാണ് അതിരാവിലെ വിരിഞ്ഞ് നിൽക്കുന്നത്. മീൻസ് എന്നുവെച്ചാൽ ആ ചൂടടിക്കുന്നതിന് മുന്നേ ഇത് ഇന്ന് വിരിഞ്ഞതാണ്. അതിൻ്റെ ഷെയ്ഡിങ്ങിൻ്റെ മാറ്റം കണ്ടോ, ഇന്നലത്തെ വെയിലടിച്ച കളറുകൾ കുറച്ചൊന്ന് മങ്ങിയിട്ടുണ്ട്. ഇത് ഇന്ന് വിരിഞ്ഞ് തുടങ്ങിയ പൂവാണ്. എന്ന് വെച്ച് കഴിഞ്ഞാലേ ഈ പൂക്കളുടെ അത്രയും വർണ്ണം, മീൻസ് നമ്മുടെ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആക്കുന്ന, ഭയങ്കരമായിട്ട് അട്രാക്റ്റ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ പൂക്കളുടെ കളർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ പൂക്കൾ എനിക്ക് ഏറ്റവും ഇഷ്ടം, എനിക്ക് ഏറ്റവും ഭയങ്കരമായിട്ട് എന്നെ എൻകറേജ് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ എന്നെ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുതിയൊരു കളറിലുള്ള നല്ല ഭയങ്കരമായിട്ട് ഭംഗിയുള്ളൊരു പൂ വിരിഞ്ഞ് നിൽക്കുന്നത് കാണുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ നട്ടതിൽ പലതും കുറേയൊക്കെ പോകാറുണ്ട് കേട്ടോ. എല്ലാ പൂക്കളും വിരിഞ്ഞ് കിട്ടാൻ ഞാൻ മജീഷ്യനൊന്നും അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേയൊക്കെ പോകാറുണ്ട്, കുറേയൊക്കെ നല്ലോണം നമ്മൾ അൺഎക്സ്പെക്റ്റഡായിട്ട് തന്നെ ചിലത് പിടിച്ച് കയറി വരാറുണ്ട്. അപ്പം എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഈ അൺഎക്സ്പെക്റ്റഡായിട്ട് നമ്മൾ വിചാരിക്കാതെ കയറി വരുന്നത് എന്നെ ഒരുപാട് എക്സൈറ്റഡ് ആക്കും. എന്നുവെച്ചാൽ ചിലപ്പോൾ നമ്മൾ പോകുമെന്ന് വിചാരിച്ച് ഇരുന്ന ഒരു ഓർക്കിഡ് റോസ് പെട്ടെന്ന് പൂക്കളായിട്ട് നിൽക്കുന്നത് കാണുന്നത്, അയ്യോ അപ്പോൾ ഇവർ രക്ഷപ്പെട്ടോ, ഇത് നിറയെ പൂത്തോ എന്നുള്ള ചിന്ത, അതൊക്കെ നമ്മളെ ഭയങ്കരമായിട്ട് ഹാപ്പിയാക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇതെൻ്റെ ഹാപ്പി തോട്ട്സിൻ്റെ ഭാഗമാണെന്ന് എപ്പോഴും പറയാം. ഇതെന്ന് പറയണത് നമ്മുടെ ക്രീപ്പർ റോസിൻ്റെ ഒരു കാറ്റഗറിയിൽ പെടുന്നതാണ് കേട്ടോ. ഇതൊക്കെ പോയി എന്ന് കരുതിയതാണ് ഞാൻ, എവിടെ നിന്നൊക്കെയോ കളക്ട് ചെയ്തിട്ട് പോയി എന്ന് കരുതി ഞാൻ ഇവിടെ കൊണ്ട് കുഞ്ഞിച്ചട്ടിയിൽ ഇച്ചിരിയായിട്ട്, എന്ന് വെച്ചാൽ ഒരു തണ്ട് മാത്രമായിട്ട് അങ്ങാണ്ട് വെച്ചതാണ്. പക്ഷെ അത് വീണ്ടും കയറി വന്നു. ആൻഡ് ഇറ്റ് മേക്സ് മീ സോ ഹാപ്പി. ഇതെന്ന് പറയണത് നമ്മുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഹാപ്പി തോട്ട്സ്, അല്ലെങ്കിൽ എൻ്റെ ഡെയിലി മോട്ടിവേഷൻ്റെ ഭാഗമാണ്. പിന്നെ ഇനി എനിക്ക് കാണിച്ചു തരാനുള്ളത്, ഞാൻ പറഞ്ഞിരുന്നില്ലേ മഞ്ഞ പൂക്കുമ്പോൾ കാണിച്ചു തരാമെന്ന്. മഞ്ഞ റെയിൻ ലില്ലി ഉണ്ട് ഇവിടെ, അത് പൂക്കുമ്പോൾ കാണിച്ചു തരാം. ഇതിൻ്റെ അകത്ത് 2 കളറുണ്ട് കേട്ടോ. ഈ മഞ്ഞക്കുട്ടനാണ്, ഭയങ്കര സുന്ദരിയല്ലേ ഇത്, നോക്കി എന്തൊരു സുന്ദരിയാ. ഇത്രയും ഭംഗിയായിട്ട് കോമൺ ആയിട്ട് വിരിയണ ഒരു സാധനത്തിനെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. കുറേ വിത്തുകളുണ്ട്, ആ വിത്തുകൾ എവിടെ ഇട്ടാലും മുളച്ച് കയറി വരും. ആ മുളച്ച് കയറി വരുന്നതെല്ലാം നല്ല മഞ്ഞ കളറിൽ പൂത്ത് നിൽക്കും. എന്ത് രസമാണല്ലേ. ഇനിയൊരു സാധനം ഉള്ളത്, നിങ്ങളൊക്കെ ചൈനീസ് റെഡ് ഹാറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ചെടീനെ പറ്റി അറിയാവോ? ഇതാണത്. ഞാനതിനെ പറ്റി പറഞ്ഞു തരാം പിന്നീട്. ശരിക്കും പറഞ്ഞാൽ ഇപ്പം നിറയെ പൂക്കൾ നിൽക്കുന്നതുകൊണ്ട് കാണിച്ചു എന്നേ ഉള്ളൂ. കാരണം ഇന്ന് അതിൻ്റെ പൂക്കൾ കണ്ടപ്പോഴാണ് അതേ മണിമുല്ല വീണ്ടും താരി വന്ന് നിൽക്കുന്നു. ഇനി എനിക്ക് കാണിക്കാനുള്ളത്, ശരിക്കും പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഇന്ന് പൂത്ത റെയിൻ ലില്ലീസ് എല്ലാം ഞാൻ കാണിച്ചു. ഇതേ കണ്ടോ, എല്ലാ റെയിൻ ലില്ലീസും ഇന്ന് കാണിച്ചു. പിന്നെ ഇതെൻ്റെ ഗാർഡൻ ആയതുകൊണ്ട് തന്നെ നിങ്ങളൊക്കെ ഭയങ്കര അടുക്കും ചിട്ടയും, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് പെർഫെക്ഷനിസവും അല്ലെങ്കിൽ ഭയങ്കര ക്ലീൻനെസ്സും ഒന്നും പ്രതീക്ഷിക്കരുത്. മണ്ണിൽ വളരുന്ന ചെടികളാണ്, അതുപോലെ തന്നെ മണ്ണുണ്ടാവും, ചെളിയുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ നല്ല നാച്ചുറൽ ഒരു ഹാബിറ്റാറ്റ് ക്രിയേറ്റ് ചെയ്യാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്.
അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി മണ്ണുള്ളതിനെപ്പറ്റി ഒന്നും ഒട്ടും ബോധേടല്ല കേട്ടോ, ചെളിയാകുന്നതിനെപ്പറ്റി. ദേ ഇതാണ് കഴിഞ്ഞ ദിവസം ഞാൻ കാണിച്ചു തന്ന ഒരു മഞ്ഞക്കുട്ടൻ. കണ്ടോ, ഈ മഞ്ഞയ്ക്കും ഡബിൾ പെറ്റലുണ്ട്, നല്ല ഭംഗിയുള്ള ഡബിൾ പെറ്റലുണ്ട്. എൻ്റെ കയ്യിലുണ്ടത്. അതിൻ്റെ ബഡ് പൂ നിന്നപ്പോൾ ഞാൻ ഉടനെ എടുക്കണമെന്ന് വിചാരിച്ചാണ്. പക്ഷെ എന്ത് പറ്റുമെന്ന് വെച്ചാൽ എനിക്ക് വിചാരിക്കണ പോലെ വന്ന് എടുക്കാൻ പറ്റില്ല. എന്നുവെച്ചാൽ ഒന്നുകിൽ പിള്ളേർ കാണും, അല്ലെങ്കിൽ ഞാൻ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് മറന്നു പോവും. അപ്പം ജോലി തിരക്കായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ വന്നിട്ടാണ് മിസ്സാവുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ വിത്തുകളും കൂടി കാണിച്ചു തരാം. ഇതാണ് നല്ല വിത്തുകളായി ഡെവലപ്പാകുന്നത്. എന്നിട്ടിത് ഉണങ്ങി നല്ല വിത്തുകളാവും. വിത്തായതുണ്ടോ എന്ന് നോക്കട്ടെ. ബൊഗെയിൻവില്ല എല്ലാം പൂത്ത് തുടങ്ങിയിട്ടാ. നമ്മുടെ ഈ പറയുന്ന പോലെ ബൊഗെയിൻവില്ല പൂക്കളും എന്ത് ഭംഗിയും വെറൈറ്റി ഉള്ള സാധനങ്ങളാണല്ലേ ഈ ബൊഗെയിൻവില്ലയൊക്കെ. ഇതേ കണ്ടോ, ഇതിങ്ങനെ ഉണങ്ങി ദേ ഇങ്ങനെ ആകും. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ നമ്മൾ നാച്ചുറൽ പോളിനേഷൻ നടന്നിട്ടുള്ളതുകൊണ്ട് തന്നെ വേറെ എന്ന് വെച്ചാൽ ഇതിൻ്റെ ബൾബ് നട്ട് കഴിഞ്ഞാൽ എക്സാക്ട്ലി ഇതിൽ വരുന്ന ഇതേ കളറ് പൂ കിട്ടും, ഇതേ കളറ് പൂവുള്ള ചെടി കിട്ടും. എന്നാൽ നമ്മുടെ നാച്ചുറൽ പോളിനേഷൻ വഴി വേറെ കളറുമായിട്ട് പോളിനേറ്റ് ചെയ്തുകൊണ്ട് തന്നെ അൺഎക്സ്പെക്റ്റഡ്ലി ന്യൂ കളേഴ്സ് ആയിരിക്കും ഈ സീഡ്സ് നിന്ന് കിട്ടുക. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇവിടെ ഇപ്പോൾ ഒരുപാട് പോളിനേറ്റേഴ്സ് വരാറുണ്ട്. എനിക്ക് തന്നെ മറ്റേ നമ്മുടെ കുഞ്ഞി സ്റ്റിംഗ്ലസ് ബീസ് എന്ന് വെച്ചാൽ ചെറുതേനീച്ച കൂടെ 2-3 ഇരിപ്പുണ്ട് താഴെ. അപ്പം അതിൽ നിന്ന് ചെറുതേനീച്ചകൾ വരാറുണ്ട്, അവർ നല്ലോണം പോളിനേറ്റ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഇവിടെ അല്ലാതെ എക്സിസ്റ്റ് ചെയ്യുന്ന ചെറുതേനീച്ചയുടെ കൂട്ടം, പിന്നെ അല്ലാണ്ട് വൻ തേനീച്ച, സാധാരണ ഈ കുത്തുന്ന തേനീച്ചയില്ലേ, അതിനെയും ഞാനിവിടെ ഇടയ്ക്ക് കാണാറുണ്ട്. അപ്പം അങ്ങനെ തേനീച്ചകൾ തന്നെ കുറേ ഉണ്ടാവാറുണ്ട്. ബട്ടർഫ്ലൈസ് വരാറുണ്ട്, അല്ലാത്ത ഫ്ലൈസ് വരാറുണ്ട്. അപ്പോൾ ഇത് ഏത് വേണോ ഈ പോളിനേറ്റേഴ്സായിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ ഇന്ന് വിരിഞ്ഞിട്ടുള്ള പല പൂക്കൾ തമ്മിൽ അവർ പോളിനേറ്റ് ചെയ്തിട്ട് സീഡ്സ് ഫോം ആവുന്നത് ഏത് കളറാണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് സീഡ്സ് വഴി ഉള്ളതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സീഡ്സാണ് പാകുന്നതെങ്കിൽ നമുക്ക് ഏത് കളറാണ് എന്നുള്ളത് തീരുമാനിക്കാൻ പറ്റില്ല വരുന്നത്. പക്ഷേ ഇതിൻ്റെ ബൾബുകളാണ് നടുന്നതെങ്കിൽ എക്സാക്ട്ലി ഈ കളർ തന്നെ വരുമെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. അതായത് ഈ പീച്ച് കളർ നട്ട് കഴിഞ്ഞാൽ പീച്ച് കളർ തന്നെ വരും, അല്ലെങ്കിൽ യെല്ലോയിഷ് പീച്ച് തന്നെ വരും എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. ഈ ഡബിൾ പെറ്റൽ റോസിൻ്റെ ബൾബ് നട്ട് കഴിഞ്ഞാൽ ഡബിൾ പെറ്റൽ റോസ് തന്നെ വരും എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. പക്ഷേ ഇതേ സമയം നമ്മളതിൽ ഫോമാകുന്ന ഒരു സീഡാണ് എടുത്ത് പാകുന്നതെങ്കിൽ ഇന്ന് വിരിഞ്ഞ് ഏതെങ്കിലും പൂക്കളുമായിട്ട് നമ്മുടെ പോളിനേറ്റേഴ്സ് പോളിനേറ്റ് ചെയ്തതിൻ്റെ ഫലമായിട്ട് കിട്ടുന്ന കളറേ നമുക്ക് വരുള്ളൂ. ചിലപ്പോൾ അതിൻ്റെ അകത്ത് റെഡിഷ് ഷെയ്ഡ് വരാം, ചിലപ്പോൾ അതിൻ്റെ അകത്ത് യെല്ലോ കൂടുതൽ വരാം. അങ്ങനെ പല രീതിയിൽ. അവിടെ റെഡ് പൂത്ത് നിൽപ്പുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം കുറേ ബഡായിട്ട് നിൽക്കുന്ന ഒരു റെഡ് കാണിച്ചു തന്നില്ലേ, അതും പൂത്ത് നിൽപ്പുണ്ട് കേട്ടോ. ഇത് പനിനീർ റോസ്, നമ്മളെ നാടൻ പനിനീർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മണമുള്ള പനിനീർ റോസാണ്. സൂപ്പർ മണമാണ്. ഇതെല്ലാം ഉള്ളത് കൊണ്ട് പോളിനേറ്റേഴ്സിന് നമുക്കിവിടെ പഞ്ഞം കാണാറില്ല. ഒരുപാട് പോളിനേറ്റേഴ്സ് വരാറുണ്ട്. അപ്പം നാച്ചുറൽ പോളിനേഷൻ ഒരുപാട് നടക്കാറുണ്ട്. ഗ്രേഡിങ് ഉള്ള റോസ് എന്ന് പറയില്ലേ, അത് കണ്ടോ എന്തൊരു ഭംഗിയാന്ന് കണ്ടോ. വൈറ്റും റോസും നല്ല ഭംഗിയല്ലേ, സൂപ്പറാണ് ഇത് കാണാൻ. എന്തോരം പൂക്കളായിരുന്നു എന്നറിയോ. എനിക്ക് കഴിഞ്ഞ ദിവസം വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇതായിരുന്നു ഞാൻ കാണിച്ച റെഡ്, നടുക്ക് യെല്ലോ ആയിട്ട് ചുറ്റും റെഡ്. എന്തൊരു നല്ല കളേഴ്സാണ്. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ നമ്മളെ എന്നുവെച്ചാൽ ഇത്രയും കണ്ടോ, അതിൻ്റെ നാച്ചുറൽ പോളിനേറ്റേഴ്സ് കാരണം ഉണ്ടായ സീഡ് കണ്ടോ, സീഡ് പൊട്ടി വരുന്നത് കറുത്ത വിത്തുകളാണ്. ഈ വിത്ത് പാകിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് കളറുകൾ കിട്ടുക എന്നുള്ളത്. അയ്യോ അപ്പം തന്നെ ഒരെണ്ണം പോയിട്ടോ. നമുക്കെടുത്ത് ഞാനാണേലും എല്ലാത്തിലും ഒക്കെ ഇട്ട് കൊടുക്കും. അപ്പോൾ ഏതാ വരുന്നതെന്നൊന്നും അറിയത്തില്ല, പക്ഷേ വരാറുണ്ട്. ഏതേലുമൊക്കെ കയറി വരും, ഏത് വന്നാലും ഒപ്പം തന്നെ. കാരണം വേറൊന്നുമല്ല, എനിക്ക് പൂക്കൾ കാണാനാണല്ലോ. പൂക്കൾ ഏതിലാണേലും ഒപ്പം തന്നെയാണല്ലോ. ഏത് കളറാണേലും, അതിപ്പോൾ മഞ്ഞയാണേലും റോസാണേലും ഒക്കെ പൂവലാവില്ലല്ലോ. അതുകൊണ്ട് നല്ല രസമുള്ള പൂക്കളുണ്ടാവാം. എല്ലാവർക്കും നല്ല രസമുള്ള പൂക്കളുണ്ടാവട്ടെ, നല്ല പൂക്കൾ കാണാൻ ഭാഗ്യം ഉണ്ടാവട്ടെ, നട്ടതെല്ലാം പൊടിക്കട്ടെ. പിന്നെന്താ, ഈ സമയത്ത് ഈ സീസണിൽ മാത്രം വിരിയുന്ന ഒരുപാട് വെറൈറ്റി പൂക്കളുണ്ട്. അതിനെയൊക്കെ കാണാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരു ഹാപ്പി ഡേ വിഷ് ചെയ്യുന്നു കേട്ടോ എല്ലാവർക്കും.